വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചകളുമായി അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് പോകുന്ന വേളയിലും ഗസയിൽ ആക്രമണം തുടർന്ന ഇസ്രായേൽ. ഇന്നുണ്ടായ ബോംബിംഗിൽ 2 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. അതിനിടെ റഫ അതിർത്തി പൂർണ്ണമായി തുറക്കില്ലെന്ന പിടിവാശി തുടരുകയാണ് ഇസ്രായേൽ. കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇതുവരെ അതിർത്തി കടക്കാനായത്. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റഫ അതിർത്തി തുറക്കുന്നതിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കടക്കം വലിയ രീതിയിൽ ഇത് പ്രയോജനപ്പെടുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായി തുറക്കില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ ആക്രമണവും തുടരുന്നു. എന്താണ് സാഹചര്യം? ജിന, ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് പോലും അതിന് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ ഇസ്രായേലിൻ്റെ ആക്രമണം ഗസയിൽ തുടരുന്നു എന്നുള്ള കാര്യമാണ് ഇന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇന്ന് വടക്കൻ ഗസയിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. ജബലിയയിലും അതുപോലെ ബൈത്തുലാഹിയ എന്നീ പ്രദേശങ്ങളിലാണ് ഇസ്രായേലിൻ്റെ ബോംബിംഗ് ഉണ്ടായത്. ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാണ് ഇന്ന് ഗസക്കാർക്ക് നേരെയുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിലാണ് 2 പേർ കൊല്ലപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസം അഥവാ ബുധനാഴ്ച ഗസ സിറ്റിയിലും അതുപോലെ സൗത്ത് ഗസയിലുമായിരുന്നു ആക്രമണമെങ്കിൽ ഇന്ന് നോർത്ത് ഗസയിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ജബലി എന്ന് പറയുന്ന പ്രദേശം ഏകദേശം ഒരു വലിയ 1.5 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന, അഭയാർത്ഥികൾ താമസിക്കുന്ന വലിയ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഈ പ്രദേശത്തിനടുത്താണ് ഇന്നൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിലാണ് ഒരാളും അതുപോലെ ബൈത്തുലാഹിയയിൽ 2ാമത്തെ ആളും കൊല്ലപ്പെടുന്നു. ഇങ്ങനെ ഈ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന ഈ ഒരു കരാറിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത നിലപാടുമായി ഇസ്രായേൽ സേന തുടർച്ചയായ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നു. ഇതോടുകൂടെ ഒക്ടോബർ 11 നിലവിൽ വന്ന 1ാം ഘട്ട വെടിനിർത്തലിന് ശേഷം കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 574 ആയി ഉയരുന്നു എന്നുള്ളതാണ്. 1518 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ആകെ ഈ ഒരു 2 വർഷത്തിനിടെ ഈ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 71,000 കവിയുന്നു. അതുപോലെ പരിക്കേറ്റവരുടെ എണ്ണം 1,70,000 കവിയുന്നു. ഇതോടുകൂടെ ഇസ്രായേൽ അതിൻ്റെ ഈ ഒരു സീസ് ഫയർ അഗ്രിമെൻറ്റിന് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. അതോടുകൂടി തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ തന്നെ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യം, റഫ ക്രോസിംഗ് തുറന്ന് 50 പേർക്കെങ്കിലും ഈജിപ്തിലേക്ക് പോകാനുള്ള അവസരം നൽകുമെന്നായിരുന്നു ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ റഫ കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതിയാണ് തുറന്നത്. അന്ന് തന്നെ വളരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുകയും പിന്നീട് തിങ്കളാഴ്ച അത് കുറച്ചുകൂടി ഫുൾ ഫ്ലെഡ്ജഡായി എന്ന് ഇസ്രായേൽ ഭരണകൂടം പറയുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ അന്ന് 5 രോഗികളെയും അതുപോലെ 7 ബന്ധുക്കളെയും അടക്കം 12 പേരെ മാത്രമാണ് ഇസ്രായേൽ ഭരണകൂടം കടത്തിവിട്ടത്. അതിനുശേഷമുള്ള കണക്കുകൾ നമുക്ക് വ്യക്തമല്ല. എത്ര പേരെ കടത്തിവിട്ടു എന്നുള്ള കണക്ക് ലഭ്യമല്ല. ഏതായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം കാൽനടയായി മാത്രമാണ് നിലവിലുള്ള റഫ ക്രോസിംഗ് വഴി ഗസക്കാർ ഈജിപ്തിലേക്ക് പോകാൻ അനുവദിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് രോഗികളെ, അഥവാ തിങ്കളാഴ്ച കുറച്ച് രോഗികളെ ആംബുലൻസ് വഴി ഈജിപ്തിലേക്ക് കൊണ്ടുപോയിരുന്നു. നമുക്കറിയാം ഗസയുടെ ചികിത്സാ സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാം. ആകെ തകർന്നു കിടക്കുന്ന ഒരു ഹെൽത്ത് കെയർ സംവിധാനമുള്ളൊരു സ്ഥലമാണ്. വിദഗ്ധ ചികിത്സ ലഭ്യമാകണമെങ്കിൽ ഈജിപ്തിലേക്ക് പോകണം, അവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം. ഈജിപ്തിൽ മാത്രം 100-ലേറെ ആശുപത്രികൾ ഗസക്കാരെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം സന്നദ്ധമാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെ ചികിത്സിക്കാൻ വേണ്ടി ലോകവും അതുപോലെ അറബ് ലോകവും ഒക്കെ സന്നദ്ധമാണെങ്കിലും അവരെ വിട്ടുകൊടുക്കാൻ, അവരെ ക്രോസിംഗ് വഴി പുറത്തേക്ക് കടക്കാൻ ഇസ്രായേൽ ഭരണകൂടം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടത് 20,000-ലേറെ പേരാണ് ഗുരുതര രോഗ സാഹചര്യങ്ങളുമായി യുദ്ധത്തിൽ പരിക്കേറ്റ നിലയിൽ റഫ അതിർത്തിയിൽ കാത്തുകെട്ട് കഴിയുന്നത്. ഈ റഫ അതിർത്തി കാൽനട യാത്രക്കാർക്ക് തുറന്നതുകൊണ്ട് മാത്രം പ്രയോജനമില്ല എന്ന് നമ്മൾ വളരെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. ട്രക്കുകളുടെ മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഗസ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമുണ്ടാകൂ. റഫ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ടൺ വസ്തുക്കൾ, അവശ്യ സാധനങ്ങൾക്ക് ഗസക്കകത്തേക്ക് പോകണമെങ്കിൽ ഈ അതിർത്തി വാഹനങ്ങൾക്ക് കൂടി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിലൊന്നും യാതൊരു വിധത്തിലും പോകാൻ പറ്റുന്ന രീതിയിൽ റഫ അതിർത്തി തുറക്കണം, അത് പൂർണ്ണമായി തുറക്കണമെന്ന ആവശ്യം, ഗസയുടെ ആവശ്യം ഇസ്രായേൽ നിരാകരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ 2 പേരാണ് ഏറ്റവും ഒടുവിലായി കൊല്ലപ്പെട്ടത്. അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.